അനിമൽ. രചന സൂര്യകാന്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഈ ചേച്ചി എന്താ ഉറങ്ങാത്തെ? SI സാറിന് സ്വപ്നം കണ്ടിരിക്കുകയാണോ? ചിരിയോടെ തന്നെയാണ് കാർത്തു അത് ചോദിച്ചു. മിണ്ടാ കിടന്നോളം, ഇല്ലേ കാല് വരിയ നിലത്തടിക്കും. പാറു ഉച്ചത്തിൽ ദേഷ്യത്തോടെ അങ്ങ് പറഞ്ഞുകൊണ്ട് മറുപുറം തിരിഞ്ഞിടന്നു. എന്താപ്പോഴുണ്ടായേ എന്നൊരു ഭാഗത്തിൽ കാർത്തുവും തലവഴി പുതപ്പ് മൂടി. പക്ഷെ അവിടെ ഒരു കാമുകൃതയെ അപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പാറു മാത്രമായിരുന്നു അവന്റെ ചിന്തകളിൽ. ഇതുവരെ അറിയാത്ത വികാരങ്ങളൊക്കെ ഉള്ളിൽ നാമ്പിടുന്ന് നിരഞ്ജൻ അറിയാനുണ്ടായിരുന്നു. നിരഞ്ജനെ പോലെ മറ്റൊരുത്തിന് അന്നേരം ഉറങ്ങാതിരിപ്പുണ്ടായിരുന്നു ജിതിൻ. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് ഓർത്ത് കണ്ണീർ പൊഴിക്കുകയായിരുന്നു. എന്റെ പൊന്നെ, ജിത്തൂട്ടന്റെ പൊന്നെ, നീ എവിടെയാണ്? ഇനി ഒരിക്കൽ കൂടെ നിന്നെ കണ്ട നിന്നെ ഇങ്ങോട്ടും വിടില്ലടി. സ്നേഹിക്കും, ഉള്ളു തുറന്ന് സ്നേഹിക്കും. ഇനിയിപ്പം നിനക്ക് എന്റെ സ്നേഹം ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഒപ്പം അങ്ങ് ചാവാം. ജിതിൻ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് നിരഞ്ജന്റെ മുറി ഉണങ്ങി. അവൻ തിരികെ ജോലിയിൽ കയറുന്നവരെ പാറു ആ വീടിന്റെ ഇട്ടാവട്ടത്തിൽ പോലും പോയില്ല. കൃത്യം ഭക്ഷണം കാർത്തിവിനെ കൊണ്ട് അവിടെ എത്തിക്കും. എങ്ങനെ പോവും? കാണുമ്പോഴേക്ക് അങ്ങ് കെട്ടിപ്പിടിക്കുകയും ഉമ്മക്കുകയല്ലേ? പാറു ഓർത്തു. അങ്ങനെ ഓർത്തോർത്തിരിക്കുമ്പോൾ അവളുടെ മുഖം അങ്ങ് ചുവന്നു കയറുകയും ചെയ്യും. അന്ന് കടയിൽ അല്പം തിരക്കുറവായിരുന്നു. ആളുകൾ ഒഴിഞ്ഞപ്പോൾ കഴുകാനുള്ള പാത്രവുമായി അടുക്കള വശത്തേക്ക് പോയതാണ് പാറു. അന്നേരമാണ് കടക്കുള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും വന്നാവുന്നൊരു ചിന്തയിൽ തിരികെ വന്ന് നോക്കിയവൾ കാണുന്നത് ഇരു കൈകളും നെഞ്ചിൽ പിണച്ചുകെട്ടി ചിരിയോടെ നിൽക്കുന്ന നിരഞ്ജനെയാണ്. പാറുവിന് ആ നൃത്തം കാണി ചിരി വന്നുപോയി. എന്താണ് SI സാർ, അടുത്ത കുത്തുകൊള്ളാനുള്ള പുറപ്പാടിലാണോ? പാറു ഒറ്റപ്പുരികം ഉയർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. നിനക്ക് വേണ്ടിയാണെങ്കിൽ 1-2 കുത്തൊക്കെ കൊള്ളാനുള്ള കേൾപ്പ് ഇപ്പോഴും എനിക്കുണ്ട്. നിരഞ്ജന ആ തടി ബെഞ്ചിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ നോക്കി ഒറ്റക്കണ്ണിറുക്കി. പാറു ഇങ്ങ് നടന്നു വന്ന് ആ ഡെസ്കിൽ കൈ രണ്ടും കുത്തിന്നുകൊണ്ട് നിരഞ്ജനെയും നോക്കി. സാറിന് എന്നോട് പ്രേമാ? കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് ചിരി അടക്കിക്കൊണ്ടാണ് ആ ചോദ്യം. ആ ചോദ്യത്തിൽ നിരഞ്ജനൊന്ന് പതറി. 2-3 ആളുകൾ ഒറ്റക്ക് നിന്ന് അടിച്ചിടാനാണെങ്കിൽ നിരഞ്ജന പുഷ്പം പോലെ സാധിക്കും. പക്ഷെ അതാണ് കേസ്. പ്രണയമല്ലേ, ആദ്യാനുരാഗമല്ലേ. അതിൻ്റെതായ ഇത്തിരി വിറയലും പരവേശവും ആ കാക്കിക്കുള്ളിലുണ്ട്. ചോദിച്ച കേട്ടായിരുന്നോ? കേട്ടു. എന്താ എന്നിട്ട് SI സാർ ഉത്തരം പറയാത്തെ? നീ ഇങ്ങനെ മുന്നിൽ വന്നിന്ന് അങ്ങ് ചോദിക്കുമ്പോ ഒരു പരവേശം. നിരഞ്ജൻ ചമ്മിയൊരു ചിരിച്ചു. ആഹാ, തരം കിട്ടുമ്പോഴെല്ലാം ഉമ്മക്കുമ്പോ സാറിന് ഈ പറഞ്ഞ പരവേശമൊന്നും ഇല്ലല്ലോ. അത് പ്രശ്നമല്ല. ആർക്ക് പ്രശ്നമില്ലെന്ന്? എനിക്കും നിനക്കും. പറയുന്നതിനൊപ്പം നിരഞ്ജൻ അവളൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ പാറൊന്ന് പതറി. എനിക്ക് പ്രശ്നമുണ്ടെങ്കിലോ? ഇല്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ താൻ എപ്പോഴേ വെട്ടുകത്തി എടുത്തേനെ. നിരഞ്ജൻ ചിരിയോടെ എഴുന്നേറ്റു. SI സാറിന് ഇങ്ങനെ ചിരിച്ചൊക്കെ സംസാരിക്കാൻ അറിയോ? അറിയാം, പക്ഷെ ചിരിക്കാൻ ഇഷ്ടപ്പെടാനൊന്നും എനിക്ക് ചുറ്റും ആരുമില്ലായിരുന്നു. നിരഞ്ജൻ ചിരിയൊട്ടും മായാതെയാണ് പറഞ്ഞെങ്കിലും അവന്റെ സ്വരത്തിൽ അവൻ അനുഭവിച്ചിരുന്ന ഒറ്റപ്പെടൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. എന്തോ അതുകൊണ്ട് പാറുവിന് വല്ലായ്മ തോന്നി. സാറിന് എന്നെ പറ്റി എന്തെങ്കിലും അറിയോ? എന്താ അറിയുന്നേ? പറ, കേക്കട്ടെ. പേര് പാറുവിനെയാണെന്നറിയാം. ദേവിയുടെ രൂപം കാളയുടെ സ്വഭാവമാണെന്നും അറിയാം. അത്രേ അറിയൂ? പാറു ചിരിച്ചുകൊണ്ട് എടുത്തു ചോദിച്ചു. നിരഞ്ജനൊന്നും മിണ്ടിയില്ല. ഞാനൊരു അനാഥയാണെന്നറിയോ? എന്റെ വിവാഹം ഒരു വട്ടം കഴിഞ്ഞാണെന്നറിയോ? ഞാനൊരു വട്ടം ഒരു കുഞ്ഞിന് ജന്മം നൽകിയാണെന്നറിയോ? ജീവിതം അടുത്ത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാണെന്നറിയോ? ചോദിക്കുമ്പോൾ പാറു കിതച്ചു പോയിരുന്നു. പക്ഷെ നിരഞ്ജൻ അപ്പോഴും നിശബ്ദമായി അവളെ നോക്കുകയാണ്. പാറു കറങ്ങിയ കണ്ണുകൾ കുറിക്കി അവനെ നോക്കി. ആ മുഖത്ത് അതിശയമൊന്നുമില്ല, എന്തോ പ്രതീക്ഷിച്ച് കേട്ട ഭാവം. സാറിന് അറിയായിരുന്നു അല്ലേ? നിരഞ്ജൻ പതിയൊന്ന് മൂളി. അവനത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും അത് പറഞ്ഞെന്നും പാറുവിന് നന്നായിട്ട് അറിയാം. കാർത്തുവായിരിക്കും, അല്ലാതെ ആര്? പിന്നെ എന്തൊക്കെ പറഞ്ഞെന്നവള്? അവളുടെ ഈ ചേച്ചി ഒരു പാവാണെന്ന്. ആ നുണ ഞാൻ വിശ്വസിച്ചിട്ടില്ല, ബാക്കിയെല്ലാം വിശ്വസിച്ചു. നിരഞ്ജൻ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാനങ്ങ് പോയിക്കോട്ടെ, ഇടയ്ക്കിങ്ങനെ കാണാം. നാളെ മുതൽ അങ്ങ് വന്നേക്കണം. കാളി ദർശനമില്ലാതെ ഇപ്പോൾ ഒരു ദിവസം തള്ളി നീക്കാൻ വലിയ പാടാന്നേ. പറയുന്നതിനൊപ്പം നിരഞ്ജൻ പുറത്തേക്ക് നടന്നു തുടങ്ങിയിരുന്നു. ആ വാതിൽക്കെത്തിയ പാടെ നിരഞ്ജൻ മുഖം മാത്രം ചിരിച്ച് അവളെ നോക്കി. ആ നാറിയെ എന്തുവാണെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തേക്കാം. ഇപ്പോൾ പാറുവിനേക്കാൾ ദേഷ്യമുണ്ട് ജിതിനോട് നിരഞ്ജന്. പക്ഷേ അത് അവന്റെ ജിതിനാണെന്ന് അവൻ അറിയില്ലല്ലോ. ചേട്ടാ! ആ റോഡിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജിതിനെ കാർത്തു പതിയെ വിളിച്ചു. ജിതിൻ പതിയെ തിരിഞ്ഞു നോക്കി. ഒരു വരുത്തി തീർത്ത ചിരിയോടെ ജിതിൻ കാർത്തുവിനെ നോക്കി. അപ്പോഴേക്കും കാർത്തു ആ റോഡ് മുറിഞ്ഞു കിടന്ന് അപ്പുറത്തേക്ക് വന്നിരുന്നു. ദൈവമേ, ഈ പെണ്ണിന്തിനെ എപ്പോഴും എന്റെ പിന്നാലെ നടക്കുന്നത്? ജിതിൻ ആലോചിക്കുകയും ചെയ്തു. ചേട്ടാ, എത്ര കാലമായി കണ്ടിട്ട്? കാർത്തു അതിശയപാത്തിൽ അവനൊന്ന് ഒഴിഞ്ഞു നോക്കി. മിനിയാന്ന് കൂടെ കണ്ടല്ലേ ഒച്ചേ? ജിതിന്റെ സ്വരത്തിൽ ആ താല്പര്യമില്ലായ്മ പ്രകടമാണ്. എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ലെന്നേ. കാർത്തു നഖം കടിച്ചുകൊണ്ട് കാലുകൊണ്ട് നിലത്ത് കളം വരച്ചു. ജിതിൻ കാർത്തുവിനെ അടിമുടിയെ നോക്കി. എന്റെ ദൈവമേ,
എന്തിനാ ഇതിന്റെ ഒരു പിരിയൂരി കയ്യിൽ വെച്ച് എന്ന് ജിതിന് ആത്മകഥ കൊണ്ട്. ചേട്ടൻ എന്നെ വീട് വരെ ഒന്ന് ആക്കി തരുമോ? സ്ഥിരം പോകാനുള്ള ബസ് പോയി, ഇനി കയറി പോകുമ്പോഴേക്കും നേരം വൈകും. കാർത്തു ജിതിനെ നോക്കി ചോദിച്ചു. അവൾ നരകത്തിലേക്കുള്ള വഴി എങ്ങനെ എളുപ്പത്തിൽ വെട്ടി വെട്ടി കീറാമെന്ന പരീക്ഷണത്തിലായിരുന്നു അന്നേരം. കൊച്ചു വല്ല ഓട്ടോയും വിളിച്ചു പോ, ജിതിൻ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ബൈക്കിലേക്ക് കയറി. യോ, ഇങ്ങനെ കണ്ണിച്ചോറില്ല പറയല്, പാവം കിട്ടും കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തു ആ വണ്ടിയിലേക്ക് ചാടി കയറി. താനിതെന്താ ചെയ്യുന്നത്? ജിതിന് ദേഷ്യം വന്നു. ദേഷ്യം വരുമ്പോൾ ജിതിനെ കാണാൻ നല്ല ചേലാണെന്ന് തോന്നിപ്പോയി കാർത്തുവിന്. മുഖമൊക്കെ ചുവന്ന് തുടുത്ത ആപ്പിൾ പോലെ. പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടുവന്ന് ആക്കി തരുമോ? കൂടെ എന്നെ ചേച്ചിയൊന്ന് പരിചയപ്പെടാം. കാർത്തു പിന്നെയും കെഞ്ചി. അതോടെ ജിതിന്റെ മസിൽ ഇവിടുത്തെ അയഞ്ഞു. കൊണ്ടുവന്നാക്കാം, പക്ഷെ ഒരിത്തിരി നീങ്ങിയിരിക്കുക, എന്നെ തുടരുത് കേട്ടല്ലോ, ജിതിൻ പറഞ്ഞു. ദൈവമേ, ഒരു രൂപ കൂടി കിട്ടുമോ ഇങ്ങനെ അതിലേക്കൊന്ന് വെച്ച് സ്തുതിക്കാൻ? ജിതിന്റെ മറുപടി കേട്ട കാർത്തു പ്രാർത്ഥിച്ചു പോയി. ലേ ദൈവം, നിന്റെ അവസാനത്തെ സ്തുതിഗീതമായിരിക്കും അത് മോളെ. വണ്ടി മുന്നോട്ട് പാഞ്ഞു. കാർത്തുവിന്റെ ഉള്ള അവനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മോടുത്താലോ എന്നൊക്കെ അവൾ അങ്ങ് ചിന്തിച്ചു. പെണ്ണ് ടിക്കറ്റ് എടുക്കാൻ സ്വർഗത്തിലെത്താനുള്ള പണിയായിരുന്നു അന്നേരം ചിന്തിച്ചു കൂട്ടിയിരുന്നതല്ല. വണ്ടി ആ ചായക്കടക്കുമ്പോൾ വന്ന് നിന്നു. കാർത്തു വേഗത്തിൽ അതിൽ നിന്ന് ഇറങ്ങി. ഒന്നും മിണ്ടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങിയ ജിതിന്റെ ബൈക്കിന്റെ താക്കോൽ അവളങ്ങ് ഊരിയെടുത്തു. ചേച്ചിയെ പരിചയപ്പെട്ടിട്ട് പോവാം പ്ലീസ്. ഏയ്, പിന്നൊരിക്കലാവാം. ഇല്ല, ഇന്നെന്നെ കാണണം പ്ലീസ്. കാർത്തി ചുണ്ടി വിളിക്കി. അന്നേരമാണ് എന്തോ ആവശ്യത്തിന് പാറു പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആദ്യം അവളുടെ നോട്ടം പോയത് കാർത്തുവിലേക്കാണ്, പിന്നെ ആ നോട്ടം ബൈക്കിലിരിക്കുന്നതിലേക്കും. പാറുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഭൂമി ഒന്നാകെ കറങ്ങി. ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങൾ ആൾക്ക് മുമ്പിൽ വെളിപ്പെട്ടു തുടങ്ങി. അപ്പോഴേക്കും കാർത്തുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ജിതിൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിരുന്നു. കാലനെയാണ് ഇലിട്ട് വിളിക്കുന്നതെന്ന് കാർത്തു അറിഞ്ഞില്ല അന്നേരം. ജിതിൻ ആ ചായക്കടയിലേക്ക് കാർത്തുവിന്റെ കൂടെ കയറുമ്പോൾ ഇത്തിരി ഒരു ജാളിതയെല്ലാം ഉണ്ടായിരുന്നു. ഒന്നാമത് താനിങ്ങനെ കാർത്തുവിനൊപ്പം കയറി ചെന്നാൽ കാർത്തുവിന്റെ ചേച്ചി എന്ത് വിചാരിക്കുമെന്നൊരു ചിന്ത. രണ്ടാമത് കാർത്തു ഇങ്ങനെ കൂടെ ഒട്ടി നടക്കുമ്പോഴുള്ള ഒരു ചമ്മൽ. എന്നാലും ഈ കുറിപ്പിന്റെ അടുത്ത് പെട്ടുപോയി. അപ്പൊ പിന്നെ അവിടെ ചേച്ചി അടുത്തൊന്ന് മുഖം കാണിച്ച് തടിയൂരാന്ന് കരുതി ജിതിനും കാർത്തുവും വന്നപ്പോൾ ആ ചായക്കടക്കകം ശൂന്യമായിരുന്നു. ചേട്ടനെ ഇങ്ങോട്ടിരിക്കേ. കാർത്തു ജിതിനെ പിടിച്ച് ആ ബെഞ്ചിലോട്ട് ഇരുത്തി. ഈ ചേച്ചി ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. കാർത്തു പാറുവിനെ അങ്ങ് നീട്ടി വിളിച്ചു. എവിടെ? ഒരനക്കവും ഇല്ല. ഈ ചേച്ചി കടയും തുറന്നിട്ട് എവിടെ പോയി? കാർത്തു സംശയഭാവത്തോടെ ചുറ്റും നോക്കി. എവിടെയോ തന്നെ ചേച്ചി, കണ്ടിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോവായിരുന്നു. ജിതിൻ ധൃതി കൂട്ടി. ഇവിടെ ഉണ്ടാവാറുള്ളതാ? ഒരു മിനിറ്റേ, ഞാൻ അടുക്കളയിൽ നിന്ന് പോയി നോക്കട്ടെ. കാർത്തു ജിതിനോട് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ജിതിൻ ചുറ്റുമൊന്ന് നോക്കി. ഇടത്തരം വലിപ്പമുള്ള ഒരു കടയാണത്. നല്ല വൃത്തിയിൽ അവരത് കൊണ്ടുനടക്കുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ജിതിൻ അങ്ങനെ നോക്കി നോക്കി വരവെയാണ് കടയുടെ മൂലയിലിരിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഓല കൊണ്ട് മേഞ്ഞൊരു കൊട്ട അനങ്ങുന്ന പോലെ ജിതിന് തോന്നിയത്. ജിതിൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഓലമേഞ്ഞ ചെറിയ വിടവിലൂടെ കൊട്ടയിലേക്ക് നോക്കിയിരിക്കുന്ന ജിതിനെ പാറുവിന് വ്യക്തമായി കാണാമായിരുന്നു. പാറു രണ്ടു കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടി ചത്താലും വേണ്ടില്ല. എന്നാലും ജിതിന്റെ സ്നേഹിനി അനുഭവിക്കാൻ വയ്യെന്നൊരു തോന്നലായിരുന്നു പാറുവിന്. കാർത്തുവിനെ ഉള്ളുകൊണ്ട് നല്ല ചീത്ത വിളിക്കാനും പാറു ആ സമയം മറന്നില്ല. മിട്ടുമോയലിന് വഴി കാണിക്കുന്ന പോലെയാ ഈ സൈക്കോക്ക് വഴി കാണിച്ചു കൊടുത്ത് അവൾ ഇതുവരെ എത്തിച്ച്. ഞാൻ ചത്താലും മറക്കിലൊടി ദ്രോഹി. പാറുവണം പിറുവിറുത്തു. തൊട്ടടുത്ത നിമിഷം ജിതിന് സംശയഭാവത്തിൽ ആ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടകരിയിലേക്ക് നടന്നു. ഈശ്വര, ആ കാലം ഇങ്ങോട്ടാണല്ലോ. കൊട്ടയും തലയിൽ വെച്ചങ്ങ് ഓടിയാലോ? പാറു ചിന്തിക്കാതിരുന്നില്ല. ആ കൊട്ടക്കുള്ളിൽ എന്തോ പൂച്ച മറ്റാണെന്നാണ് ജിതിൻ കരുതിയത്. എന്തായാലും അത് അനങ്ങുന്നുണ്ടെന്ന് അവന് തീർച്ചയാണ്. ജിതിനെ തുറന്നു നോക്കാൻ വന്നപ്പോഴേക്കും കാത്തു പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ആളുടെ മുഖത്ത് ഈ ചേച്ചിയെ കാണാത്ത നിരാശ. എന്തായി, തന്റെ ചേച്ചിയെ കിട്ടിയോ? ഏയ് ഇല്ല സൂപ്പർമാൻ ചേട്ടാ. ദൈവമേ, ഈ ട്രാക്കുളയാണോ ഇവിടെ ഇത്രയും കാലം സൂപ്പർമാൻ എന്നും വിളിച്ച് നടന്നിരുന്നു? ഇത് സൂപ്പർമാൻ എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, തീർന്നടി, നീ തീർന്ന്. പാറു ആത്മകഥപ്പെട്ടു. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ, പിന്നീട് ഒരു കാണാൻ തന്നെ ചേച്ചിയെ. ജിതിൻ പോവാനൊരുങ്ങി. അയ്യോ, പോവാണോ? ചേച്ചി ഇപ്പൊ വരികയായിരിക്കും. കാർത്തു പിന്നെയും മാളത്തിൽ കയറാൻ ഒരുങ്ങുന്ന പാമ്പിന്റെ വാലിൽ കയറിയിട്ട് പിടിച്ച് തിരിച്ചു വലിക്കുകയാണ്. നീ കൊത്തിയിട്ട് പോയാ മതിയടാ എന്നും പറഞ്ഞുകൊണ്ട്. വേണ്ട, ഞാൻ പിന്നെ വരാം. ജിതിൻ യാത്ര പറഞ്ഞ് ഇറങ്ങാനൊരുങ്ങി. പിന്നെ ആ കൊട്ടക്കുള്ളിൽ എന്തുകൊണ്ട് അതനങ്ങുന്നുണ്ടല്ലോ. ജിതിൻ പാറു വിളിച്ചിരിക്കുന്ന കൊട്ടയ്ക്ക് നേരെ വിരൽച്ചുകൊണ്ടി. പാറുവിന്റെ നെഞ്ചിരിപ്പ് കയറി. പിടിക്കപ്പെട്ടു എന്നവൾ ഉറപ്പിച്ചു. അതിൽ കൊല പഴിപ്പിക്കാൻ വെച്ചേക്കുന്ന. കാർത്തു അത് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ നാട്ടിലൊക്കെ കൊല ഓടി നടന്നാണോ പഴക്കാറ്? ജിതിൻ ചോദിച്ചു. എന്റെ കാർത്തുവേ, അതിനിടയിൽ വല്ല പൂച്ചയും കയറി പറ്റിയിട്ടുണ്ടോ നോക്ക്, അതിൽ അനക്കമുണ്ട്. ജിതിൻ പറഞ്ഞോണ്ട് തിരിഞ്ഞടന്നു. എന്റെ കാർത്തുവേ എന്ന അവന്റെ ആ വിളിയിൽ കാർത്തുവിന്റെ കവിള് ചുവന്ന് തുടുത്തു. നാണം കൊണ്ടാണ് നിന്റെ ഒടുക്കത്തെ നാണിക്കലാടി കുരിപ്പെയ്ത്. ഈ പോക്ക് പോകുകയാണെങ്കിൽ ഇനി നാണിക്കാൻ നീ ഉണ്ടാവത്തില്ല. പാറു കാൽവിരൽ കൊണ്ട് നിലത്ത് കളം വരയ്ക്കുന്നവളെ നോക്കി വീണ്ടും ആത്മകഥപ്പെട്ടു.
ജിതിൻ ആ വാതിലോളം എത്തിയതാണ്. അപ്പോഴാണ് കാർന്നോര് കയറി വരുന്നത്. അല്ലെങ്കിൽ ഓണത്തിനും വിഷുവിനും മാത്രം വരുന്ന കാർന്നോരാണ് ഇന്നിപ്പോ സ്ക്രിപ്റ്റിലില്ലാത്ത അവസരത്തിൽ കയറി വരുന്നത്. കാർന്നോര് ഇതാ സൂപ്പർമാൻ. ദിനേശൻ ആദ്യം ജിതിനെ കണ്ടപ്പോൾ കരുതിയത് ചായ കുടിക്കാമെന്നാണെന്നാണ്. അതാണ് വലിയൊരു പരിചയഭാഗം കാണിക്കാത്തത്. ആ മോനായിരുന്നു അത്. കാർന്നോര് ജിതിനെ കണ്ണു നിറച്ച് വെച്ചങ്ങ് നോക്കി. പിന്നെ ഇറക്കി അങ്ങ് കെട്ടിപ്പിടിച്ചു. പിന്നെ ഒരു 4-5 ഉമ്മയങ്ങ് കൊടുത്തു. കാർത്തി ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചു കളിച്ച് തന്റെ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ അതിന് കാരണം ജിതിനാണെന്ന് കാർന്നവർക്ക് അറിയാം. അന്ന് അമ്മമാരുടെ കയ്യിൽ നിന്ന് ജിതിൻ തന്റെ കുഞ്ഞിനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ആ സ്നേഹമാണ് ഇപ്പോൾ അയാൾ പ്രകടിപ്പിച്ച്. ജിതിന് പിന്നെ ആകെ ചമ്മലായി. അവന് എളിമ കണ്ടുപിടിച്ച് അവനാണെന്ന മട്ടിൽ തലയും താഴ്ത്തി നിന്നുപോയി. പാറും തേടി അവള് കണ്ടോ മോനെ? ഏയ് ഇല്ല, ഈ ചേച്ചിയോടെ കാണാനില്ല. ആ അവളെ എവിടെ പോവാനാ? ഇപ്പൊ വരും മോനിരിക്ക്. എന്റെ മൂത്ത മോളെ കണ്ടിട്ട് പോയാ മതി. കാർന്നോർ ജിതിനെ പിന്നെ ആ ബെഞ്ചിൽ പിടിച്ചിരുത്തി. താൻ ആ കൊട്ടക്കകത്ത് തന്നെ ഇരുന്ന് സമാധിയായി പോകുമെന്ന് തോന്നിപ്പോയി പാറുവിന്. അപ്പോഴേക്കും ജിതിന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ബെല്ലടിച്ചിരുന്നു. ഒരു മിനിറ്റ്. ജിതിൻ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. കാർന്നോരും ജിതിനൊപ്പം വെച്ച് പിടിച്ചു. ഇല്ലേൽ ആ വഴി അവനങ്ങ് പോയാലോ? അപ്പൊ പാറുവിന് അവൻ കാണാതെ പോയാൽ വിഷമാവത്തില്ലേ? കാർന്നോർ ഓർത്തു. കാർന്നോരുടെ ആ വിശാല മനസ്കതാരും കാണാതെ പോവരുത്. ജിതിനങ്ങ് ഇറങ്ങിയ പാടെ ശ്വാസം വീണ പോലെ പാറു ആ കൊട്ടക്കുള്ളിൽ നിന്ന് പുറത്തിയാടി. അന്നേരമാണ് കാർത്തു അവളെ കാണുന്നത്. അവൾ അന്തം വിട്ടുപോയി. ഈ ചേച്ചി എന്താ ഇതിനുള്ളില്? കൊല വഴുത്തോ നോക്കാൻ കയറിയതാണോ? തേങ്ങാക്കൊല. പാറു പല്ലിയരിച്ചു. എന്തേ ചേച്ചി? ആ പോയവൻ ആരാന്ന് അറിയൂടി നിനക്ക്? പാറു ജിതിൻ പോയ വഴിയെ വിരൽ ചൂണ്ടി. സൂപ്പർമാൻ. കാർത്ത് നിഷ്കളങ്കമായി പറഞ്ഞു. സൂപ്പർമാനിലടി, ട്രാക്കുള ട്രാക്കുള. ഈ ചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നത്? എടി അവനാ ജിതിൻ, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയ സൈക്കോ. പാറു ഉറക്കി അലറി. കാർത്തുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. കാർത്തുവിന് കേട്ടതങ്ങ് ഉൾക്കൊള്ളാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പോഴേക്കും ജിതിനും കാർന്നവരും പിന്നെയും കടയിലേക്ക് കയറി വരുന്ന കണ്ടു. പാറു ഒന്നും നോക്കാതെ ആ കൊട്ട തലവഴി കമിഴ്ത്തി അങ്ങിരുന്നു. ഈ ചേച്ചി ഞാനും കൂടെ. കാർത്തു കൊട്ടയിൽ തട്ടി വിളിച്ചു. വേറെ എവിടെയെങ്കിലും പോയി ഒളിക്കടി. പാറു പറയവേ കാർത്തു 4 പാടും പരതി ഓടി. ശിവനെ, കണ്ണുകളുടെ ചെവി കേട്ടൂടെ? ഇത് ഏത് ജില്ല? കാർത്തു പരതി അധികം സമയം കളയേണ്ടി വന്നില്ല. അപ്പോഴേക്കും ജിതിനങ്ങളുടെ മുമ്പിലെത്തിയിരുന്നു. കാർത്തു അവളെ നോക്കി ഒന്ന് വിളറി ചിരിച്ചു. ജിതിൻ തിരികെ വന്നപ്പോഴേക്കും കാർത്തു അങ്ങ് വിയർത്തുവിളിച്ചിരുന്നു. ആദ്യമൊക്കെ ജിതിനെങ്ങനെ എപ്പോഴെങ്കിലും നേരിൽ കാണുമ്പോൾ 10 പൊട്ടിക്കണമെന്ന് കരുതിയിരുന്നു കാർത്തു. പക്ഷെ ഓരോ വട്ടവും പാറുവിൽ നിന്നറിഞ്ഞ ഓരോ കഥകൾ, ആ കഥകളിലെ ജിതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ കാർത്തുവിന് ഭയം തോന്നി. അവനെപ്പോൾ ഏത് നിമിഷം രൂപവും ഭാവവും മാറിയെന്ന് അവന് തന്നെ ഒരു നിശ്ചയമില്ല. എന്നാലും എൻ്റെ ഈശ്വര, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ആദ്യമായിട്ട് പ്രേമം തോന്നിയ ചെറുക്കൻ എന്തായാലും കൊള്ളാം. ഇതിലും ഭേദം ഞാൻ വല്ല നേത്രാവതി എക്സ്പ്രസിനെ കെട്ടുന്നതായിരുന്നു. ഈശ്വര ഭഗവാനെ, ആർക്കും ഇമാതിരി ഒരു അപരാധത്തെ കാമുകനാക്കി കൊടുക്കരുതേ. കാർത്തു പ്രാർത്ഥിച്ചു പോയി. ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവം തന്റെ ട്രൂ ലവിനെ കൊന്ന് കുഴിച്ചു മൂടി അതിന്മേലെ റീത്തും വെച്ചു. കിട്ടിയോ? ജിതിൻ കാർത്തുവിനെ അടിമുടിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത്? അല്ല, നിന്നെ കാണാതായി ചേച്ചി കണ്ടിട്ടിയോന്ന് ജിതിൻ ചോദിക്കവേ കാർത്തുവിൽ എങ്ങനെ ഇല്ലെന്ന് തലയാട്ടി. അവൾ എന്നാൽ ഇതെവിടെ പോയി? ചേച്ചി എന്തെങ്കിലും ആവശ്യം വന്ന് പുറത്തുപോയി കാണും. ജിതിൻ ചേട്ടൻ പോയിക്കോ, പിന്നെ ഒരിക്കൽ കാണാൻ ചേച്ചിയെ. കാർത്തു ഒരു വിധം എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഏയ് മോൻ ഇനിയിപ്പോ കണ്ടിട്ട് പോയാ മതി. കാർന്നോരങ്ങ് നിർബന്ധിക്കുകയാണ്. ഈശ്വര, ഇങ്ങനെ മൂർഖമാമിനെയാണ് ഇട്ട് സ്നേഹിക്കുന്നത്. ഇങ്ങേർക്ക് അറിയില്ലല്ലോ. പാറുവും കാർത്തും ഒരുപോലെ ആത്മകഥ കൊണ്ടു. ഈ ചേച്ചി ചിലപ്പോൾ കുളത്തിൽ കുളിക്കാൻ പോയി കാണും. അപ്പൊ ഇത്തിരി വൈകും. കാർത്തു വേഗത്തിൽ പറഞ്ഞു. ഒരുപാട് വൈകുമോ? ആ വൈകും. ചേട്ടൻ പോയിക്കോ. കാർത്തുവിനെ എങ്ങനെയെങ്കിലും അവനെ ഇറക്കി വിട്ടാ മതി. ഏയ് അവളിപ്പോ ഇങ്ങെത്തും, മോനിരിക്കുന്നേ. കാർന്നോര് പിന്നെ ഇടയിൽ കയറി. ദൈവമേ, ഇങ്ങേരി ഇത് കൊളാക്കും. കാർത്തുവിന് ഭയം തോന്നി. ഇല്ല, ചേച്ചി സമയമെടുക്കും. കാർത്തു ഉറപ്പിച്ച് പറഞ്ഞോടെ ജിതിനൊന്ന് മൂളിക്കൊണ്ട് തിരികെ ഇറങ്ങാൻ തുനിഞ്ഞു. ഇനി ഒരു വഴി വരുമ്പോ കയറാം. ഓ വേണമെന്നില്ല. ജിതിന് സംശയഭാവത്തിൽ അവളെ നോക്കി. അല്ല, ചേട്ടന് അത്യാവശ്യം തിരക്കുള്ള കൂട്ടത്തിലല്ലേ, അതാ ഞാൻ. കാർത്തു ഒരു വിധം പറഞ്ഞൊപ്പിച്ചു. ഏയ് മോൻ എന്തായാലും ഒരു ദിവസം വരണം. ഇവളുടെ ചേച്ചി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയെ, അതൊക്കെ അങ്ങ് കഴിച്ചിട്ട് നമുക്ക് ഒരു ദിവസം അങ്ങ് കൂടണം, ബ്ലാഞ്ചാം. കാർന്നൊരു ചിരിയോടെ ജിതിനെ ചേർത്ത് പിടിച്ചു. ജിതിന് ദിനേശനെ സത്യം പറഞ്ഞാൽ അങ്ങ് ബോധിച്ചു. നല്ല രസികനാണ് ആളെന്ന് ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി. ഞാനെന്നാലും പിന്നീട് ഒരിക്കൽ തീർച്ചയായിട്ടും വരാം. ജിതിൻ ചിരിയോടെ ദിനേശന് വാക്കുകൊടുത്തു. ജിതിൻ ആ വണ്ടിയിൽ കയറി അങ്ങ് തിരിച്ചു പോയപ്പോഴാണ് കാർത്തുവിന് ശ്വാസം നേരെ വീണ പോലും. തൊട്ടടുത്ത നിമിഷമുള്ള ശ്വാസവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരുത്തി ആ കൊട്ടക്കുള്ളിൽ നിന്ന് ഇറങ്ങി. ദിനേശനെ കാണാൻ അന്തം വിട്ടുപോയി. ആ നീ എന്താടി ഇതിനുള്ളില്? പുറത്ത് നല്ല ചൂട്, അതുകൊണ്ട് കാറ്റുവെള്ളം കയറിയതാ. പാറു കാർന്നോര് നോക്കി കണ്ണുരുട്ടി. എന്താ? കാർന്നോരിക്ക് കാര്യം കത്തിയില്ല. ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയവൻ ആരാണെന്നറിയോ? കാർന്നു ദിനേശൻ നോക്കി ചോദിച്ചു.
ആ ജിതിമോനല്ലേ? തേങ്ങാ കൊല കോക്കനട്ട് കൊലാന്ന്. കാലൻ കാർത്തു ശ്വാസം വലിച്ചിട്ടുണ്ട് പറഞ്ഞു. ദേ നീ നിന്നെ ആ പൊന്നുമോനെ രക്ഷപ്പെടുത്തിയില്ലേ? നീ അതിനെ കാലെന്നൊക്കെ വിളിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. ജിതിമോനെ പറഞ്ഞപ്പോൾ കാർന്നോർക്ക് കൊണ്ടു. ആ പൊന്നുമോൻ യഥാർത്ഥത്തിൽ ആരാണ് നിങ്ങൾക്ക് അറിയോ? എന്റെ ഭർത്താവായിരുന്ന ജിതിനാണ് അങ്ങേര്. ആ ദിനേശൻ ഞെട്ടി. നീ എന്താണ് ഞെട്ടാത്തേ? ദിനേശൻ കാർത്തുവിനെ നോക്കി. എപ്പോഴും ഞെട്ടാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ആദ്യമായിട്ട് ഇതിനെ പ്രേമിക്കാന്ന് കരുതിയപ്പോ ദൈവം മുന്നിൽ കൊണ്ടുവരുത്തിയ ഒരുമാതിരി അനബലയുടെ ആൺരൂപത്തെയാ. പറഞ്ഞുകൊണ്ട് കാർത്തുവ ബെഞ്ചിലേക്ക് തളർന്നിരുന്നു. എവിടാ പുന്നാരമോൻ? അവനെ കൂത്തി കോടൽ മലയാൻ പുറത്തിടും. എനിക്ക് ഇപ്പൊ തന്നെ അവനോട് പ്രതികാരം ചെയ്യണം. ദിനേശൻ ടെററായി. ആ ചെന്ന് കേറിക്കോട്. ആ 360 ഡിഗ്രി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മേടിച്ചോ. ദേ കാരണവരെ, അങ്ങനെ ഞാൻ വെറുതെ അങ്ങോട്ട് സൂപ്പർമാൻ എന്ന് വിളിച്ചല്ല. ഒരേ സമയം അയാൾ 5-6 പേരെ അങ്ങ് പഞ്ഞിക്കിടുന്നു. കാർത്തു തളർച്ചയോടെ പറഞ്ഞു. എന്നാ പിന്നെ നാളെ പ്രതികാരം ചെയ്യാം. ഒരു വെള്ളം കമ്മിച്ചായ സ്ട്രോങ്. ദിനേശനൊന്ന് തണുത്തു. അല്ലാതെ ഈ ചൂടും കൊണ്ട് അവന്റെ മുമ്പിൽ കയറി കൊടുത്താ തണുത്തു വിറച്ച് പെട്ടികൾ കിടക്കേണ്ടി വരുന്ന ദിനേശനും അറിയാം. എല്ലാവർക്കും പാറുവിന്റെ കഥകളിലെ ജിതിനോട് ഭയമാണ്. ഇതുവരെ അവൻ കയറി വന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ അവനെ വെറുതെ വിട്ടോ? ഞാനുണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. പക്രുവാണ് എന്റെ പൊന്നു പക്രു. ആ ഇത്തിരി പോകുന്ന നാവുകൊണ്ട് എത്താൻ പൊങ്ങാത്ത വർത്താനം പറയാതെ നീ. കാർത്തു അവനെ പുച്ഛിച്ചു വിട്ടു. അവൻ കാർത്തുവിനെ നോക്കിയെന്ന് വെളുക്കനെ ചിരിച്ചു. ഞാൻ അന്നേരം ഇവിടെ ഇല്ലാത്ത നന്നായി എന്ന് പക്രു ഉള്ളിൽ കരുതുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും ആ ചെകുത്താന്റെ മുഖം മാത്രം കണ്ണിൽ ഒരുമാതിരി അനബല്ലയും കൺഷൂരിങ് ഒരുമിച്ചേണ്ട ഫീലായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ജിതിന് 4 കൊടുത്തു വിടാത്തതിൽ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. എന്നെഴുതി നേർക്ക് നേരെ പോവാനും വയ്യ. അങ്ങനെ ജിതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ് കാർത്തു നിരഞ്ജനെ പറ്റി ഓർത്ത്. ആ ഓർമ്മയിൽ അവളൊന്ന് വിറച്ചുപോയി. ഇച്ചേച്ചി എന്താടി ആളെ പേടിപ്പിച്ചുവല്ലോ. വേറെ ഏതോ ആലോചനയായിരുന്നു പാറു. കാർത്തുവിന്റെ അറച്ചിലൊന്ന് ഞെട്ടി. ഇച്ചേച്ചി നിരഞ്ജൻ സാർ ജിതിന്റെ ഫ്രണ്ട് അല്ലേ? കാർത്തു പറഞ്ഞപ്പോഴാണ് പാറു അത് ആലോചിച്ചത്. കാർത്തു മുമ്പേ പറഞ്ഞിരുന്നല്ലോ അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തെ പറ്റി. ഈശ്വര, വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് വണ്ടിയും പിടിച്ച് വരുവാണല്ലോ. പാറു തലയിൽ കൈവച്ചിരുന്നു പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്